സംഘപരിവാരത്തിൽപ്പെട്ട ബജ്രംഗ് ദളാണ്. ഇവരെ വെറും സംശയത്തിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കുന്നു, അധിക്ഷേപിക്കുന്നു, ഈ സ്ത്രീകളെ തല്ലുന്നു, കൂട്ടത്തിലുണ്ടായിരുന്ന അതിലൊരാളുടെ സഹോദരനെ മർദ്ദിക്കുന്നു, കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുന്നു, എന്നിട്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്നു, ജയിലിലാക്കുന്നു, റിമാൻഡ് ചെയ്യിക്കുന്നു. എന്നിട്ട് BJP അങ്ങ് ഇടപെട്ടു സഹായിക്കാൻ. കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചത് നീയേ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട്. വാസ്തവത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. BJPക്കാർ അറസ്റ്റ് ചെയ്യിക്കുന്നു, BJPക്കാർ പിന്നെ രക്ഷിച്ചു, ഞങ്ങളാണ് രക്ഷകരെന്ന് അവകാശപ്പെടുന്നു. BJPയുടെ സംസ്ഥാന സർക്കാർ എത്തി ദുർഗില് അവിടെ കോടതിയുടെ മുമ്പില് ജയിൽ വിമോചിതരായ സിസ്റ്റർമാരെ സ്വീകരിക്കുന്നതിന്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ധാരാളം നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത അതിൽ ഏറ്റവും നാണം കെട്ട ഒരു ദൃശ്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഈ ജാമ്യം കിട്ടിയ സിസ്റ്റർമാരുടെ ഒരു സഹോദരൻ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോ കോൺഗ്രസ് MLA റോജി എം ജോൺ അവിടെ ഉണ്ട്. അദ്ദേഹം ആദ്യത്തെ ദിവസം മുതൽ ഇവരുടെ മോചനത്തിന് വേണ്ടി നിയമ നടപടികളുടെ കാര്യത്തിലൊക്കെ അവരെ സഹായിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. ആ സഹോദരൻ ഓടി വന്ന് റോജി എം ജോണിനെ കെട്ടിപ്പിടിച്ച് കരയുകയാ, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുക. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ MLA അല്ല, ഞങ്ങളുടെ സഹോദരനാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞങ്ങളുടെ സഹോദരനാണ് എന്നൊരു വൈകാരികമായിട്ട് സംസാരിക്കുമ്പോൾ BJPയുടെ ഒരു നേതാവ് ഇതിനിടയിൽ കൂടെ അച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ഈ സിസ്റ്ററിന്റെ സഹോദരന്റെ തോളിൽ പിടിക്കാൻ നടത്തുന്ന ശ്രമം വാസ്തവത്തിൽ ഒരു അശ്ലീല രംഗമായിരുന്നു. അത് 4 വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഇതൊക്കെ BJPക്കാർ ചെയ്തതാണെന്ന് വരുത്താൻ വേണ്ടി മനുഷ്യൻ നടത്തിയ പരിശ്രമങ്ങൾ അതൊക്കെ പിന്നീട് ചർച്ചാ വിഷയമായി. ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്തൊരു നാണക്കെട്ട രംഗമായിരുന്നു ഇത്. ഈ യഥാർത്ഥ ഒറിജിനൽ RSS BJPക്കാരൊക്കെ ഇത് കാണുന്നുണ്ടോ? ഈ ദുർഗിൽ നടത്തിയ നാടകങ്ങൾ. രാജീവ് ചന്ദ്രശേഖർ വരുന്നു, അദ്ദേഹത്തിന്റെ കാറിൽ ഈ മോചിതരായ കന്യാസ്ത്രീകളെ അടുത്ത കോൺവെന്റിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചതും നീയേ ചാപ്പ. പിതാക്കന്മാരെ, ഛത്തീസ്ഗഡ് പോലീസ് 2 കുറ്റങ്ങളാണ് ഈ സിസ്റ്റർമാരുടെ പേരിൽ ചാർത്തിയിരുന്നത്. ഒന്ന് മനുഷ്യക്കടത്ത്, രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനം. അത് രണ്ടും പൊളിഞ്ഞു. ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ 3ാമതൊരു കുറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ആദിവാസികളായ യുവതികളെ മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലിനായി കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ ഈ സിസ്റ്റർമാർ പാലിച്ചില്ല എന്ന്. ഇവരെ ജാമ്യത്തിലെടുക്കാൻ സഹായിച്ചു, ഞങ്ങൾ മൂലമാണ് ജാമ്യം കിട്ടുക എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഛത്തീസ്ഗഡിൽ വെച്ച് പറഞ്ഞതാ. ഇവരെന്തോ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങള് ലംഘിച്ചു വന്നു. ഈ നാട്ടില് ഇന്ത്യയിലുള്ളവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നവരിൽ എത്ര ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്, ഈ കന്യാസ്ത്രീകള് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു. 3ാമത്തെ ചാർജ്. ഇനി നമ്മൾ ഈ പാമ്പ്ളാനി പിതാവ് പറഞ്ഞതിനെ കുറിച്ച് മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചാല്, അമിത്ഷാ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അല്ലെങ്കിൽ മോദിയും അമിത്ഷാ ഈ കാര്യത്തിൽ എന്തെടുത്തു, എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവർക്ക് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ പറ്റുമോ? അവർക്ക് ഈ കോടതിയിലെ ജഡ്ജിയെ വിളിച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അവരങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിലുള്ള രാഷ്ട്രീയ ഇടപെടലായിട്ടത് മാറില്ലേ? അവർക്ക് ചെയ്യാവുന്നത് ജാമ്യത്തെ എതിർക്കണ്ട എന്ന് പറയാം. പക്ഷെ ഇവിടെ ജാമ്യത്തെ എതിർത്തു. ജാമ്യത്തെ അതിശക്തമായിട്ട് എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള വകുപ്പ് ഈ FIR ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി ആര് പറഞ്ഞാലും, ഇനി അങ്ങ് ശക്തമായിട്ട് എതിർക്കാനും പറഞ്ഞാലും പറ്റില്ല. കാരണം FIR എന്തെങ്കിലും വേണ്ടേ? മറ്റൊരു വാദമുണ്ട്, കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന്. അതിനും ഈ വിധിയിൽ തന്നെ ന്യായീകരണം പറയുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും FIR ഇല്ലെന്ന് പിന്നെ എങ്ങനെ ചോദിക്കും? വളരെ പൊള്ളയായ ഒരു FIR ആണ് പോലീസ് ഹാജരാക്കിയത്. അതുകൊണ്ട് നീതിബോധമുള്ള ഏതൊരു ജഡ്ജിയും ചെയ്യുന്നത് പോലെ NIA സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജിയും നമ്മുടെ സിസ്റ്റർമാർക്ക് ജാമ്യം കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഈ കേസിലെ യഥാർത്ഥ പ്രതികള് ഇപ്പോഴും പുറത്ത് വലിച്ചു നടക്കുക. ബജ്രംഗ് ദളിന്റെ പ്രാദേശിക പ്രവർത്തകര്, അവരുടെ നേതാവ് ജ്യോതി ശർമ്മ, അക്കൂട്ടരാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത്, അധിക്ഷേപിച്ചത്, തല്ലിയത്, ചീത്ത പറഞ്ഞത്. അവർക്കെതിരായിട്ട് ഈ കുട്ടികള് നാരായൺപൂർ സ്പീക്കർ പരാതി കൊടുത്തു. സംഭവം നടന്ന ദുർഗിലായതുകൊണ്ട് അദ്ദേഹത്തിന്, ആ സാറിന് ആ കേസ് അങ്ങോട്ട് കൈപ്പറ്റാൻ മടി. ആ കേസ് സ്വീകരിച്ചില്ല. അതിന്റെ ചിത്രം പോലും പത്രങ്ങളിൽ വന്നു. എന്തുകൊണ്ടാണ് നാരായൺപൂർ SP ആ കേസ് സ്വീകരിച്ചിട്ട് ദുർഗിലേക്ക് അയക്കാൻ പാടില്ല അന്വേഷണത്തിന്? ഒരു TTR ആണ് സംശയം തോന്നിട്ട് ഇവരെ തടഞ്ഞു വെച്ചത്. അയക്കേണ്ട കാര്യം? TTRന് ടിക്കറ്റ് ഉണ്ടോ? യാത്രക്കാരൻ ടിക്കറ്റ് ഇല്ലാതെയാണോ യാത്ര ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ പോരെ? അയാളാണ് ഈ സിസ്റ്റർമാരെയും മറ്റ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെയും തടഞ്ഞു വെച്ചത്. അയാൾ കുറ്റവാളിയല്ലേ?
അതിനെതിരായിട്ട് നടപടിയെടുത്തോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ NIA എങ്ങനെയാണ് ഈ രംഗത്ത് വരുന്നത്? അമിത്ഷാ അറിയാതെ എങ്ങനെയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയിന്മേൽ വാദം നടക്കുമ്പോൾ NIAക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നത്? കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇനി ഈ പ്രതികള് എവിടെയാണ് താമസിക്കുന്നതെന്ന് കൃത്യമായിട്ട് NIA ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കണം എന്നാണ്. എങ്ങനെ NIA വന്നു അമിത്ഷാ അറിയാതെ? ചട്ടപ്രകാരം കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു കേസ് NIAക്ക് ഏറ്റെടുക്കാൻ പാടില്ല. മറ്റൊന്ന്, ഈ ജാമ്യം കൊണ്ട് തീർന്നോ? ഈ ജാമ്യം സംബന്ധിച്ച ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് വെറും കേട്ടുകേഴ്വിയുടെയും സംശയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലെടുത്ത ഒരു കേസാണെന്ന്. അത് റദ്ദാക്കണ്ടേ? അതിന് ഹൈക്കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു. അതിന് ഈ BJP എന്തെങ്കിലും സഹായം കിട്ടുമോ? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സഭ ഞങ്ങളോട് അഭ്യർത്ഥിച്ചു എന്ന് വെച്ചാൽ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിലൊപ്പിട്ട് ഒരു അപേക്ഷ കൊടുത്തു സഭ. അപ്പൊ ഞങ്ങളങ്ങ് ഇടപെട്ടു വന്നേ ഉള്ളതാ. അപ്പൊ ഇക്കാര്യത്തിൽ ഇടപെടുമോ ഈ കേസ് റദ്ദാക്കി കിട്ടാൻ? അങ്ങനെയാണല്ലോ. ജാമ്യം കിട്ടത് നിങ്ങൾ ഇടപെടലാണെങ്കിൽ ഈ കേസ് റദ്ദാക്കി കിട്ടാനോ ഒന്ന് ഇടപെട്ടുകൂടായോ? പിന്നെ മറ്റൊരു കാര്യം, പിതാക്കന്മാരും കൂടെ ഓർക്കേണ്ട കാര്യമാണ്. ഈ കൂടെ കൊണ്ടുവന്ന 2 കുട്ടികള് അവരിപ്പോ അവരുടെ നാട്ടിലാ. അവരുടെ വീട്ടിൽ ബജ്രംഗ് ദളുകാർ ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഇതിലൊരു കുട്ടിയായ കമലേശ്വരിയുടെ മാതാവ് ബുധിയ പറഞ്ഞിരിക്കുക. അവരുടെ കാര്യം ആര് നോക്കും? അവരെ സഹായിക്കണ്ടേ? അവർക്ക് സംരക്ഷണം വേണ്ടേ? നമ്മുടെ BJP നേതാവ് അനൂപ് ആന്റണി അദ്ദേഹം ഇനി പോന്നു, അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുമായിരുന്നു. പക്ഷെ ഇനി അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അവരെ ബജ്രംഗ് ദളുകാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പരാതിയുള്ളത്. ദയവ് ചെയ്ത് അവരുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം.